ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ റമദാൻ മാസത്തിലെ നോമ്പുതുറയ്ക്ക് നമ്മൾ കഴിക്കുന്ന നോമ്പുതുറ കഞ്ഞി നമ്മൾ പള്ളിയിലൊക്കെ തയ്യാറാക്കി എടുക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നോമ്പുതുറ കഞ്ഞിയാണ് ഇത്. ക്ഷീണം അകറ്റാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ എന്താ ഒരു 7.5 ലിറ്ററിൻ്റെ കുക്കർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് കുത്തിയ കുത്തരിയാണ്. അപ്പോൾ നമ്മുടെ വാട്ടിക്കുത്തിയ അരി നമുക്കിത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നല്ല ടേസ്റ്റാണ് ഈ അരിയിൽ നമ്മൾ കഞ്ഞി വെച്ചാൽ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാനിതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാട്ടിക്കുത്തിയ അരി തന്നെ വേണമെന്നില്ല, ഏത് പച്ചരിയിലും നമുക്ക് ഈ നോമ്പുതുറ കഞ്ഞി വയ്ക്കാം. നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയിലും നമുക്ക് ഈ നോമ്പുതുറ കഞ്ഞി വയ്ക്കാമേ. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ അരി കഴുകിയെടുത്ത ആ ബൗളിൽ തന്നെ 2 ബൗൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒരു ബൗളിൽ ഒരു 7-8 ഗ്ലാസ് വെള്ളം കൊള്ളും കേട്ടോ. അങ്ങനെ 2 ബൗൾ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുക്കറിൽ ഏകദേശം 3/4 ഭാഗത്തോളം വെള്ളം കാണും. കാരണം ഇത് നിറയെ വെള്ളം വെക്കണം, അല്ലെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് കുക്കറിൻ്റെ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോയാൽ പിന്നെ ഒരു പുക ചെവയുടെ ഒരു സ്മെല്ലുണ്ടാവും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം വെച്ച് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പം ഞാൻ രണ്ടാമത്തെ ബൗൾ വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, കുക്കറിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളമുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 ക്യാരറ്റ് ഒന്ന് പീൽ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് കഴുകിയെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വലിയൊരു തുടം വെളുത്തുള്ളിയുടെ പകുതി ഭാഗം ഒന്ന് വൃത്തിയാക്കി എടുത്തതും, പിന്നെ ഒരു 8-10 ചെറിയ ഉള്ളിയും, പിന്നെ ഒരു 3 പച്ചമുളകും ഒന്ന് നെടുകെ കീറിയതും കൂടിയാണ്. അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പച്ച ഉലുവയാണ്, അത് കഴുകിയെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മസാലക്കൂട്ടുകളാണ്. ഒരു 2 ഇഞ്ച് വലിപ്പത്തിലുള്ള കുറച്ച് പട്ട, 2-3 ഗ്രാമ്പു, ഒരു തക്കോലം, പിന്നെ 3-4 ഏലക്ക ഒന്ന് തല്ലി ചതച്ചത്, പിന്നെ കുറച്ച് ചുക്ക്, പിന്നെ കുറച്ച് കസകസയും കൂടെ ഉണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുതിർത്ത ഗ്രീൻ പീസും പിന്നെ കുറച്ച് വെള്ളക്കടലയാണ്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉണക്കിയ കുരുമുളക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടുള്ള കുരുമുളകാണ്. ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കാം. ഒരു 3-4 ബീൻസ് ഒന്ന് കഴുകി കട്ട് ചെയ്തതാണ്, അതും ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കെല്ലാം കൂടി ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഒരു 2 മീഡിയം സൈസ് നന്നായിട്ട് പഴുത്ത ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് കൊടുക്കണമായിരുന്നു കേട്ടോ. ഞാനത് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. പിന്നെ ഞാൻ വെച്ച സമയത്ത് അടപ്പ് തുറന്ന് അത് കട്ട് ചെയ്തിട്ട് കൊടുത്തേ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കാം. അപ്പോൾ ആവിയൊക്കെ വരുന്നതിന് മുമ്പേ പിന്നെ ഞാൻ തുറന്നിട്ട് 2 പഴുത്ത തക്കാളി കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 8-10 വിസിൽ കുറയാതെ കേൾക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ കഞ്ഞി നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. നമ്മുടെ നോമ്പുതുറ കഞ്ഞിക്ക് അരി നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. ഇനി നമുക്കൊരു ജാറെടുക്കുക. ഇതിലേക്ക് ഒരു 3.5 പിടി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ തേങ്ങയുടെ 1 മുറി തേങ്ങ വരും കേട്ടോ. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചമുളക് വെള്ളത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം മുഴുവനായിട്ടുള്ളതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെരിഞ്ജീരകം പൊടിച്ചതിട്ട് കൊടുക്കാം. മുഴുവനായിട്ടുള്ളത് ഇട്ട് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അതിനുശേഷം 2 അല്ലി വെളുത്തുള്ളിയും ഒരു 2 കഷ്ണം ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിലുള്ള പ്രഷറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. 8-10 വിസിൽ കേട്ടിട്ടുണ്ട്. നമ്മുടെ കഞ്ഞി നന്നായിട്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നന്നായിട്ട് ഇതുപോലൊന്ന് ഇളക്കി അരങ്ങി കൊടുക്കുകയെ. വെജിറ്റബിളൊക്കെ നന്നായിട്ട് ഉടയാതെ തന്നെ കിടപ്പുണ്ട്.
കഞ്ഞി നന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് അരങ്ങി കൊടുക്കുക. ഒന്ന് ഉടഞ്ഞ് കിട്ടാനാണ്. അതിനുശേഷം വീണ്ടും ഫ്ലെയിം ഓണാക്കാം. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ജാറ് കഴുകിയ 2 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നല്ല ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമ്മളിത് ഓഫാക്കുന്ന സമയത്ത് വളരെ തിക്കും അല്ല വളരെ അങ്ങ് ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലായി കിട്ടുന്നത്. ഇപ്പോൾ ജാറ് കഴുകി 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കഞ്ഞിക്ക് ലൂസ് പോരാ, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി ലൂസാക്കണം. അപ്പോൾ ഇതാ കുറച്ച് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ കഞ്ഞിയുടെ പരുവം കറക്റ്റാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് മുമ്പായി ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയമൊക്കെ നല്ല മണമാണ് കേട്ടോ ഈ നോമ്പുതുറ കഞ്ഞിക്ക്. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ കഞ്ഞി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടി ഒരു വറുക് താളിച്ചൊഴിക്കണം കേട്ടോ. ആ വറുകും കൂടി താളിച്ചൊഴിക്കുമ്പോഴാണ് നമ്മുടെ നോമ്പുതുറ കഞ്ഞിക്ക് പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വറുക് താളിക്കുമ്പോൾ മസ്റ്റായിട്ട് നോമ്പുതുറ കഞ്ഞിക്ക് നെയ്യ് തന്നെ ഒഴിച്ച് താളിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യിൽ വറുത്തെടുക്കുമ്പോഴാണ് ആ കഞ്ഞിക്ക് പ്രത്യേക ടേസ്റ്റും മണവും ഉണ്ടാകുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാധാരണ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മാത്രം ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഞാൻ നെയ്യുടെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ. പിന്നെ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതി സവാള ഒന്ന് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വറുക് താളിക്കുമ്പോൾ ചെറിയ ഉള്ളിയും കാട്ടി ഈ കഞ്ഞിക്ക് ടേസ്റ്റ് സവാള കൊണ്ട് മൂപ്പിച്ച് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-3 വറ്റൽമുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് നല്ല നാടൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഇതാ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ വറുക് നേരെ നമ്മുടെ വാങ്ങി വെച്ചിരിക്കുന്ന കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ നമ്മൾ സവാളയൊക്കെ മൂപ്പിച്ച് തയ്യാറാക്കിയ ഈ വറകും കൂടി താളിച്ച് ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ നോമ്പുതുറ കഞ്ഞിയുടെ യഥാർത്ഥ ടേസ്റ്റും മണവും ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് പള്ളിയിലും നമുക്ക് കഞ്ഞി വെച്ച് വിതരണം ചെയ്യുന്നത്. ഇത് കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. നമ്മൾ പകൽ മൊത്തം വ്രതം അനുഷ്ഠിച്ചിരുന്നിട്ട് നമ്മൾ കാരക്കയും വെള്ളവും ഒക്കെ കൊണ്ട് നമ്മൾ നോമ്പുതുറ തുറന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ചൂടോടുകൂടിയുള്ളൊരു ഗ്ലാസ് കഞ്ഞി കുടിച്ചാൽ നമുക്ക് നല്ല തൊണ്ടയ്ക്കൊക്കെ നല്ല ആശ്വാസവും വയറിനൊക്കെ നല്ല ആശ്വാസം കിട്ടും. നല്ല ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും ഇത് ഒരു ഗ്ലാസ് കഞ്ഞി കുടിച്ചാൽ. അതുകൊണ്ടാണ് ഈ പള്ളിയിലൊക്കെ നമുക്ക് ഇതുപോലെ നോമ്പുതുറയ്ക്ക് ഇതുപോലൊരു മസാലക്കഞ്ഞി തയ്യാറാക്കി എല്ലാവർക്കും വിതരണം ചെയ്യുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. നമ്മുടെ കഞ്ഞിയിൽ ഇട്ടിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ കണ്ടില്ലേ, വെന്തെന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ബീൻസ്, ഗ്രീൻ പീസ്, ക്യാരറ്റ്, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇതെല്ലാം മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ കഞ്ഞി കുടിക്കാൻ വളരെ ടേസ്റ്റിയാണ്. വയറിനൊക്കെ നല്ലൊരു സുഖം കിട്ടും. ദഹനശക്തിയൊക്കെ പെട്ടെന്ന് നടന്ന് കിട്ടും. രാവിലെ സുബഹി ബാങ്കിന് മുമ്പ് നമ്മൾ നിയ്യത്ത് ചെയ്തിട്ട് രാവന്തിവോളം നമ്മൾ വെള്ളം പോലും കുടിക്കാതെ വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം വൈകുന്നേരം നമ്മൾ മഗ്‌രിബിന് ബാങ്കിന് ശേഷം നമ്മൾ കാരക്കയും വെള്ളവും കൊണ്ട് നോമ്പ് തുറന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ചൂടോടുകൂടിയുള്ള ഒരു ഗ്ലാസ് കഞ്ഞി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിനും തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ. മനസ്സിന് നല്ലൊരു ഉന്മേഷമാണ്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും കഴിക്കാം കേട്ടോ ഈ കഞ്ഞി. വളരെ
ഔഷധ ഗുണമായിട്ടുള്ളൊരു കഞ്ഞിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ സപ്പോർട്ട് അങ്ങോട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്